പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഏറെ പീഡനങ്ങൾ, ക്രൈസ്തവ പീഡനങ്ങൾ ലോകത്തെല്ലാമുണ്ട്. നമുക്കറിയാം, മാർപ്പാപ്പ പറഞ്ഞതുപോലെ 58 രാജ്യങ്ങളിൽ അതികഠിനമായ മതപീഡനം, 100-ൽ പരം രാജ്യങ്ങളിൽ മതപീഡനം. ആദിമസഭയിൽ നിന്നതിനേക്കാളുള്ള മതപീഡനമുണ്ട് എന്ന് നമുക്ക് ഭാഗ്യസ്മരണനായ ഫ്രാൻസിസ് പാപ്പ പറയുണ്ടായ ഒരിക്കൽ. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ നൈജീരിയയിലെ സംഭവവും നമ്മുടെ ഭാരതത്തിലെ സംഭവങ്ങളും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് പറയുവാൻ നമുക്കറിയാം. അടുത്തവരുടെ നമ്മുടെ 2 സിസ്റ്റേഴ്സിനെ ജയിലടച്ചു. അതിനെപ്പറ്റി എന്തെല്ലാം വിവാദങ്ങളൊക്കെ പറയുന്നു. അവരാണ് രക്ഷിച്ചത്, ഇവരാണ് രക്ഷിച്ചത്. അതിനെപ്പറ്റി മത്രാമാരെ പോലും പഠിച്ചു. അത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കുണ്ടാകേണ്ട എന്ത് മനോഭാവം എന്താണ്? അവരോട് ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ, ഞാൻ വചനപ്രഘോഷണത്തിൽ ഇറങ്ങിയപ്പം മുതൽ സഹനങ്ങൾ പലതും ഉണ്ടായി, ശാരീരിക സഹനങ്ങൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ തട്ടിക്കൊണ്ടുപോയ സംഭവം നിങ്ങൾക്കറിയാം. 1993 തസ്കരന്മാർ എന്നെ ഒരു കക്കൂസ് മുറിയിലിട്ട് അടച്ച് ആഹാരമില്ലാതെ കൈയും കാലുമെല്ലാം ഒടിച്ചു, തൊഴിച്ചു, സിഗരറ്റ് കൊണ്ട് വായിക്കുത്തി, ചാരായം ഒഴിച്ചു, വാ പൊളിപ്പിച്ച്, മാത്രമല്ല എൻ്റെ മുറിവുകളിലേക്ക് ചാരായം കോരി ഒഴിച്ചു വേദനിപ്പിച്ചു. പ്രിയമുള്ളവരെ, അവരെല്ലാം സംഭവിച്ചു. എന്നെപ്പറ്റി ഒത്തിരി കിംവദന്തികൾ പറയുണ്ടായ നാട്ടുകാരെല്ലാം അതെല്ലാം സഹിക്കേണ്ടി വന്നു. ഞാൻ അവരോടെല്ലാം ക്ഷമിച്ചു. നിങ്ങൾക്കറിയാം, അന്ന് ദീപിക, മനോരമ പത്രങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ആരാന്ന് എനിക്കറിയത്തില്ല, പീഡിപ്പിച്ച് ഞാൻ അവിടെല്ലാം ക്ഷമിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് അഭിമന്യ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. അന്വേഷണമെല്ലാം കഴിഞ്ഞിട്ട് ആളുകളെ പിടികിട്ടിയില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ സഭ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ, മഞ്ഞാക്കൽച്ചൻ സഭ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ, അതായത് MSF സഭയോ മഞ്ഞാക്കൽച്ചനോ ഇട്ടുകൊടുത്താൽ സംഗതി പുറത്തു വരും. പക്ഷെ അത് നിങ്ങൾക്ക് ക്ഷീണമാണ്, സഭയ്ക്ക് ക്ഷീണമാണ് എന്ന്. അപ്പോൾ എന്നോട് കോട്ടയത്തുള്ള പൗരസമിതിക്കാർ പറഞ്ഞു, അച്ഛൻ ഇട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചതിന് ഇട്ടുകൊടുക്കാനോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ സാക്ഷ്യമാണ്. ഞാനത് 1-ാം ദിവസം തന്നെ ക്ഷമിച്ചു, അവർക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരാരെന്ന് അറിയണമെന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്കൊന്നേ ഉള്ളൂ, അവരെ അനുഗ്രഹിക്കണമേ എന്ന്. അതാണ് ഈശോ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടു, എനിക്കിതും പറയാനുള്ളത്, ഇന്ന് പീഡനം ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്നവരോട് പറയുവാനുള്ളതും അതാണ്. നമ്മൾ അതിനുവേണ്ടി വലിയ ബഹളം വയ്ക്കുവോ, അല്ലെങ്കിൽ അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടിക്കാരെ പിടിക്കുകയോ പഴിക്കുകയോ, അതൊക്കെയാണോ വേണ്ടത് എന്ന് ഒന്ന് ചിരിക്കുക. ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ 1998 മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം ഇതിലധികമായ പീഡനങ്ങൾ ഉണ്ടായി. എല്ലാം ഒന്നും ഈ ചെറിയ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 6 തവണ ജയിലിനെ അടച്ചിട്ടുണ്ട്. എന്നെ സൗദി അറേബ്യയിൽ, അതായത് പിടികിട്ടാപ്പുള്ളിയായിട്ട് പരസ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതായത് എന്നെ ജയിലടച്ചിട്ടുണ്ട്, ചൂരവടിക്ക് അടി തന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ യേശുവിൽ ആശ്രയിച്ച്, എനിക്കറിയാം പീഡനങ്ങൾ സഹിച്ചേ മതിയാവൂ യേശുവിനെ പ്രഘോഷിക്കണം എങ്കിൽ. പ്രിയമുള്ളവർ, ചിലപ്പോഴൊക്കെ എവിടെയെല്ലാം പീഡനം ഉണ്ട് അവിടെയെല്ലാം കർത്താവ് സഹായിച്ചു. ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞ പോലെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ അങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ലോകമെങ്ങും സുവിശേഷീകരിക്കാൻ പറ്റിയത്. ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മൾ പറയില്ല, തത്തയിലാണ് ഗുണം കൂടിയെന്ന്. അതെ, അങ്ങനെ സംഭവിച്ചു. ഇനി ഓരോ സ്ഥലത്തും ഒരു സംഭവം നിങ്ങൾ പറയാം. ഞാൻ എന്റെ ജീവിതത്തിലെ യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ ആയിരുന്നു മെഡ്ജുഗോരയിൽ, 1,00,000 പേര്. അതെല്ലാം കഴിഞ്ഞപ്പോൾ സംഘാടകർ എനിക്ക് ഒരു കെട്ട് കൊന്ത തന്നു. അപ്പൊ ഞാനിങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമെന്ന് അറിയാമായിരുന്നുകൊണ്ട് പറഞ്ഞു, ഈ കൊന്തകൾ അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ്, അതായത് മുസ്ലിം വിശ്വാസികൾക്ക് വേണ്ടി 1000 കൊന്തകളുണ്ട്. കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ കൂടെയുള്ള ഗാബി എന്ന് പറയുന്ന എന്റെ സഹപ്രവർത്തക, ഒരു പെറൂവിയൻ സ്ത്രീയാണ്, പറഞ്ഞു, അച്ഛാ അപകടമാണ്. ഞാൻ പറഞ്ഞു, കർത്താവല്ലേ ഉള്ളത്. ഞാനെപ്പോഴും കർത്താവിൽ ആശ്രയിച്ചങ്ങ് പോവാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ വീഴ്ചകളിലാണെങ്കിലും കർത്താവ് ഇപ്പോഴും പാലിക്കുമെന്ന് എനിക്കറിയാം. അവനാണ് എന്നെ ഉപയോഗിക്കുന്നത്.
അവന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അവനാണ് എന്നിൽ പ്രസംഗിക്കുന്നത്, അവനാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ആ ബോധ്യം നല്ലോണം ആഴത്തില്. അപ്പോൾ എന്നെ അടിച്ചാലും അവനെയാണ് അടിക്കുന്നത്, അതെനിക്കറിയാം. അവിടെ വന്നു നല്ലപോലെ തീക്കടലാസ് ഇട്ട് പൊതിഞ്ഞ് പാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ എക്സ്റേ കൂടെ പോകാൻ പിടിക്കാനുണ്ടാവരുത്, പിടിച്ചാൽ കുഴപ്പമാണ്. അത് ഞാൻ റിയാദിൽ ഇറങ്ങി ആദ്യമേ അറസ്റ്റാണ്. കാരണം 100 കൊന്തേ അവർ കണ്ടു. അത് സോറി 1000 കൊന്തേ. 1000 കൊന്തേ എന്ന് പറഞ്ഞാൽ ആർക്കോ കൊടുക്കാമെന്നറിയാമല്ലോ. അന്ന് ഒരു കൊന്ത പോലും പരസ്യമായിട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സമയമായിരുന്നു. എന്നെ ജയിലിൽ അടച്ചു. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നു. എപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ മനോഹരമായ പുസ്തകം ഡി ദേവപ്രസാദ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ്. കരിസ്ഭവനിൽ കിട്ടും. എൻ്റെ ഈ ജൈത്രയാത്ര സുവിശേഷവുമായിട്ട് അവിടെ ഉണ്ടായ സഹനങ്ങളെയൊക്കെ നല്ലപോലെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയാൻ കാരണം, ഒരു 17 പേര് കിടക്കുന്ന ഒരു മുറി, നാറുന്ന മുറി. അവിടെ അത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, പ്രേസ് ചെയ്യാണ്. അപ്പോൾ എനിക്കറിയാമല്ലോ, അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം എടുക്കും. നമ്മുടെ കയ്യിലൊന്നുമില്ല, ബാഗോ കൊണ്ടോ ഒന്നുമില്ല. അവിടെ ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, എന്താ ചെയ്യേണ്ട കർത്താവേ, ഇവരെന്നെ തല കൊട്ടുമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഒരു സ്വരം കേട്ടു. അത് സ്തുതിച്ചാൽ കർത്താവ്, അത് പ്രത്യേകിച്ച് നമ്മൾ ഭാഷാവർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സംസാരിക്കും. അതിനോട് പറഞ്ഞ എന്തെന്നറിയോ, കക്കൂസിലോട്ട് പോകാൻ. ഹല്ലേലൂയ. അന്തരം മൂത്രമൊഴിക്കാൻ പോയൊരു ശങ്കയില്ലായിരുന്നു. എന്നാൽ ഞാൻ കർത്താവിനെ എപ്പോഴും അനുസരിക്കും. ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആളുകൾ ക്യൂ നിൽക്കുന്നു, നാറുന്ന ഒരു സ്ഥലം. ഞാനവിടെ നിലത്തിരുന്നു അല്പസമയം. അവിടെയും സ്തുതിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തിലല്ല, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ അവരെ കൊണ്ട് മെന്റൽ ആശുപത്രിയിലാക്കും. ഉള്ളുകൊണ്ട് ഞാൻ സ്തുതിക്കുകയാണ്. എല്ലാത്തിനും ഉണ്ടായ സംഭവങ്ങൾക്ക് ഈ നാറ്റവും ഇതെല്ലാം ഓർത്ത് പെട്ടെന്ന് കർത്താവിന്റെ സ്വരം കേട്ടു, നിന്റെ കൈകൾ പാന്റിന്റെ പോക്കറ്റിലിടാൻ. അതാണ് പോക്കറ്റ് തന്നെ കിടക്കൊന്നുമില്ല. ഞാൻ ഇട്ടപ്പോൾ ഒരു മൊബൈൽ ഫോൺ കിടപ്പുണ്ട്. ഞാൻ ദുബായിലായിരുന്നപ്പോൾ എൻ്റെ അകന്ന ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാൾ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫോൺ തന്നിരുന്നു. സന്തോഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു നെവ്യൂ ആണ്. ഇതാണ്. ഞാനപ്പോൾ ഓർത്ത്, പോലീസ് ഇത് കണ്ടില്ലേ, അത് പോലീസിൻ്റെ കയ്യിൽ എങ്ങനെ രക്ഷപ്പെട്ടു. ഞാൻ ഫോൺ കയ്യിലെടുത്തു. എൻ്റെ കൈ കിട്ടിയപ്പോൾ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയപ്പോഴാ. കാരണം എനിക്ക് ഈ നമ്പർ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്, പേരുകൾ ഓർത്തിരിക്കാം. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഈ സൗദി അറേബ്യയിൽ ആരുടെയും നമ്പർ അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്യാനാ, നമ്മുടെ തൃശ്ശൂക്കാല ഭാഷയിൽ എന്തുട്ട് ചെയ്യാനാ. ഞാൻ സ്തുതിച്ചു, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. പെട്ടെന്നൊരു വെള്ളക്കടലാസിൽ എഴുതിയതുപോലെ ഒരു നമ്പർ തെളിഞ്ഞു. ഞാൻ ഉടനെ തന്നെ അത് ഡയൽ ചെയ്തു. അപ്പോൾ സംസാരിച്ച മലയാളത്തിലാണ്. റാന്നിക്കാരനാണ് വ്യക്തി, തോമസ് എന്നാണ് പേര്. ആറംകോയിൽ ജോലി ചെയ്യുന്നു. ഓ ശരി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഏതെങ്കിലും തെറ്റി എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. എൻ്റെ അച്ഛൻ എന്ത് മണ്ടത്തിലാണ് കാണിച്ചു, ശുദ്ധ മണ്ടത്തിലാണ്. 1000 കൊണ്ടും വന്ന് അവരെന്നാ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങി, അങ്ങ് നിന്നുപോയി. ഞാൻ പിന്നെയും കറക്കിയിട്ട് കിട്ടുന്നില്ല. കർത്താവിനൊക്കെ മതിയായിരുന്നു, അല്പം മതി കർത്താവിന്. ഹല്ലേലൂയ. അതിന് മാത്രമൊന്നും പറഞ്ഞ കാര്യമില്ല. ആ വൈകുന്നേരം ആയപ്പോൾ എന്നെ ഒരു വേറെ നല്ല മുറി കൊണ്ടാക്കി. ഒറ്റ മുറി, നല്ല ബെഡ്. വൈകുന്നേരം ബിരിയാണി, ഇന്ത്യൻ ബിരിയാണി തിന്നാൻ കിട്ടും. സന്തോഷമല്ലേ? അതെ. എന്നാലും മനസ്സിലാകുക, ദൈവമേ എന്താ വരാൻ പോകുന്നത്. അപ്പോൾ എന്നോട് വൈകുന്നേരത്തെ അറിയിപ്പ് വന്നു, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നെ ജയിലിൽ അല്ല മജിസ്ട്രേറ്റിനടുക്കൽ കൊണ്ടുപോകും. കേസ് ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായിക്കോളാം. ഞാൻ എന്നാ തയ്യാറാണ്. എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഒരാളേ ഉള്ളൂ, പാരക്ലീത്ത, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ്, അവൻ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ബോധ്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അവന് ശക്തനാണ്, സഹായകൻ. ഞാൻ അവനോട് എന്നെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. 3-ാം ദിവസം രാവിലെ എന്നെ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു ഹോളിലാണ്, വക്കീലന്മാരൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല എന്താ പറഞ്ഞ. കർത്താവ് ഞാൻ പറഞ്ഞു, നുണ ഏതായാലും ഞാൻ പറയുകയില്ല. നുണ പറഞ്ഞാൽ എന്നോട് കർത്താവ് കാണുകയില്ല. കർത്താവ് സത്യമാണ്. നുണ പറഞ്ഞാൽ ഞാൻ നുണന്റെ സന്തതി, പിശാചിന്റെ സന്തതിയാണ്. അതുകൊണ്ട് അതില്ല. അതുകൊണ്ട് ഞാൻ സത്യമേ പറയുള്ളൂ. പറഞ്ഞ് തലകുട്ടിയെ പറ്റിട്ട് നല്ല കാര്യം, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ ഭാഗ്യം കിട്ടിയാൽ അതും ഭാഗ്യമാണല്ലോ എന്നൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹം പാസ്പോർട്ടെല്ലാം കൊടുത്തിട്ട് എൻ്റെ കേസ് എനിക്ക് വേണ്ടി വാദിക്കുന്നു. ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാണ്.
ഇങ്ങനെയാ പറഞ്ഞത്, ഈ മനുഷ്യൻ മെജുഗോരയിൽ ഒരു തീർത്ഥാടനത്തിന് പോയപ്പോൾ അവിടുത്തെ ആളുകൾ ഇവിടുത്തെ അമേരിക്കൻ സോൾജേഴ്സിന് കൊടുക്കാനായിട്ട് തന്ന 1000 കൊന്തകൾ കൊണ്ട് അദ്ദേഹം വന്നത്. ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ചിരിക്കുകയും കന്തന്തോഷിക്കും കത്താനെ സ്തുതിക്കുകയും ചെയ്യാണ്. ഇവനിങ്ങനെ പറയാൻ കാരണം എന്നിട്ട് പറയുന്നതാണ് ഈ നിൽക്കുന്ന ഇന്ത്യക്കാരൻ നിഷ്കളങ്കനാണ്, ഈസ് ആൻ ഇന്നസെന്റ് മാൻ. ഇങ്ങനെ സൗദി അറേബ്യ ഇത് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അവന് ദയവായിട്ട് അവനെ സ്വതന്ത്രനാക്കണം, എന്നിട്ട് കൊണ്ട തരണം, ഞാൻ എൻ്റെ സോൾജേഴ്സിന്, എൻ്റെ പട്ടാളക്കാർക്ക് കൊടുക്കട്ടെന്ന്. പ്രിയപ്പെട്ട ആ മജിസ്ട്രേറ്റ് ജഡ്ജി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു, ഒന്നും ചോദിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അത് ബെല്ലിന്റെ ശബ്ദം കേട്ടു, യു ക്യാൻ ഗോ, നിനക്ക് പോകാമെന്ന്. ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് പുറത്തേക്ക് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം ഗൾഫ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെ എൻ്റെ കൂട്ടുകാരനായിരുന്നു, പലതരത്തിലും സഹായിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ കാരണം എൻ്റെ ആ കൊന്തക്കെട്ട് എനിക്ക് തന്നു. കൊന്തം കൊണ്ട് ഞാൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ളവരുമായ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒറ്റ അനുഭവം ഞാൻ പറയുകയാണ്, എങ്ങനെ കർത്താവ് സംരക്ഷിച്ചു. തലവെട്ടേണ്ട കേസാണ്. അതുപോലെ വേറെ പല സന്ദർഭങ്ങളുണ്ടായി. അവിടെയെല്ലാം ഒരു തരത്തിൽ അല്ലെ മറ്റൊരു തരത്തിൽ കർത്താവ് ഇടപെട്ടു, കർത്താവ് സംസാരിച്ചു. നിങ്ങൾ ചോദിക്കും, ആരെങ്ങനെ ഇങ്ങനെ മനഞ്ഞുണ്ടാക്കി നുണ പറഞ്ഞ മോശമില്ല അവൻ. ഞാനല്ല പറഞ്ഞത്, എന്നെക്കൊണ്ട് കർത്താവ് ജയിപ്പിച്ചാണ് കണിശമായിട്ട്. അയാള് ഈ പറഞ്ഞ ഈ തോമസ് ആയിരിക്കാം അവന് ഇൻഫർമേഷൻ കൊടുത്തതും എന്നെ രക്ഷിക്കാനായിട്ട് ചെയ്തതെന്ന് എനിക്കറിയാം. അന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. തോമസും മരിച്ചുപോയി, ഒരു ക്യാൻസർ രോഗിയായി മരിച്ചു. ഞാൻ റാന്നി എത്തിപ്പാറയൊക്കെ കൺവെൻഷനൊക്കെ നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. പലർക്കും എന്നെ അറിയുകയും ചെയ്യാം. പ്രിയപ്പെട്ട, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തന്മയത്വത്തോടെ പറയുകയാണ്, നമ്മൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത് ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പലപ്പോഴും പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ടത്. ഇത് സത്യമാണത്, സത്യമായിട്ട് അങ്ങ് വിശ്വസിക്കണം. ഞാൻ ഭയപ്പെടുകയായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് എനിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ പറ്റില്ലായിരുന്നു. ഒന്ന് പിടിച്ചപ്പോഴെങ്കിൽ ഞാൻ നിർത്തിയേനെ. ഹല്ലേലൂയ. 6 തവണയും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും ഞാൻ നിർത്തിയില്ല. അവരെന്നെ നിർത്തി. എൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു, എന്നെ ഡിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഞാൻ നിർത്തിയിട്ടില്ല. എന്നും അവരുടെ അടുക്കൽ വരും. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവരെ ഖുറാൻ മോശമാണ്, തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഈശാ നബിയും ഈശോയും ഒന്നല്ല എന്ന്, അല്ലെ കന്യാമറിയവും മീരിയവും ഒന്നല്ല എന്ന് ഞാൻ എന്നും പോയിട്ടില്ല. ഞാൻ പറയുന്നത് ബൈബിൾ മാത്രം. മറ്റു മതങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ലോ. എനിക്ക് യേശുവിനെ പ്രഘോഷിച്ചാൽ മതി. അപ്പം ബൈബിളിലെ യേശുവിനെ പ്രഘോഷിക്കുകയാണ് എൻ്റെ പരിപാടി. അവിടെ ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ വിജാതിയോടും പറയുന്നതാണ്, യേശു ദൈവപുത്രനാണ്, അവൻ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും. അപ്പസ്തലന്മാർ പറഞ്ഞ പോലെ തന്നെ അതിന് പറയാൻ ബാക്ക്ഗ്രൗണ്ടോട് ഞാൻ പറയും. നമ്മൾ സൃഷ്ടി മുതലുള്ളൂ പറയും. ബൈബിളിലെ കഥകൾ മുഴുവൻ പറയും. പെന്തക്കോസ്ത അവരെ പറയും. അങ്ങനെയാണ് ഞാൻ അവരെ അത് യേശുവിലേക്ക് നയിച്ചത്. പ്രിയപ്പെട്ട, ഞാൻ പറയാൻ കാരണം ഇന്ന് ഈ പീഡനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ യേശുവിൽ പതറാതെ ഉറച്ചു നിൽക്കണം. രാഷ്ട്രീയ പാർട്ടിയെ പിടിക്കാൻ പോകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീനങ്ങൾക്ക് പോകുമെന്ന് ചെയ്യാതെ യേശുവിനൊന്ന് പിടിക്കുക. ഞാൻ ട്രംപിന്റെ സ്നേഹിതനെന്നോ അല്ലെങ്കിലും അവൻ എപ്പോഴും പറയും, എന്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഞാനല്ല, യേശുക്രിസ്തുവാണ്, അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്ന യേശുക്രിസ്തുവാണ്. ഒരു എവാഞ്ചലിക്കൽ ക്രിസ്ത്യാനി പറയുന്ന അങ്ങനെയാണ്. അത്രയും പോലും നമ്മൾ പറയുന്നില്ല, അല്ല യേശു ചെയ്തോളും. എന്തെങ്കിലും ഉണ്ടാകുമ്പം ഒരു രോഗമുണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിലേക്ക് വിടും. അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചാൽ ഉടനെ തന്നെ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പോലീസിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ പിടിക്കാൻ പോകുന്നു. എന്തിന്? നമ്മുടെ ഏറ്റവും യേശുവിൻ നാമത്തിൽ മുറുകെ പിടിച്ച് യേശുവിനെ വിളിക്കുകയല്ലേ ഏറ്റവും ആവശ്യം. യേശു എന്താണ് പറഞ്ഞത്? വിളിക്കൂ, ഞാൻ വരാമെന്നല്ലേ. ധൈര്യമായിരിക്കൂ, ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. പീഡിപ്പിക്കപ്പെടുന്നവർ, അവർക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക. നമുക്ക് ഉടനീളം കാണാൻ സാധിക്കും ബൈബിളിൽ. എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടു അപ്പോഴെല്ലാം പ്രാർത്ഥിച്ചു ഒന്നിച്ചിരുന്നു മറ്റുള്ളവർ. അപ്പോൾ യേശുവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ പറയുണ്ടായല്ലോ. അങ്ങനെ അവനോട് ചേർന്നിരിക്കുക. നമുക്കറിയാം, പൗലോസ്ലീഹ യേശുവിനെ പീഡിപ്പിച്ച വ്യക്തി. അവന്റെ പേര് സൗളായിരുന്നു. അതിൽ അവൻ യേശുവുമായിട്ട് പ്രേമിച്ചു. അതിനുശേഷം പീഡനങ്ങൾ ഉണ്ടായപ്പോൾ അവൻ പറഞ്ഞ എന്തായിരുന്നു?
അതാണ് നമുക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ വായിച്ചോട്ടെ. റോമ 8-ാം അധ്യായത്തിന്റെ അതായത് 18-ാം വചനം, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ നിസ്സാരമായിട്ട് എടുക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. ഇനിയും അതിനുശേഷം ആ 35-ാം വചനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. 35 മുതൽ വചനങ്ങൾ, അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? അതായത് യേശുവിന് വേർപെടുത്താത്ത ഒരു സ്നേഹബന്ധം, ഒരു പ്രേമബന്ധമുണ്ടായിരിക്കുക. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വരിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആളുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണ്. ഒരു ക്രിസ്ത്യാനി ലോകത്തിൽ സുരക്ഷിതനല്ല, ആകാൻ പാടില്ല. അവന്റെ സുരക്ഷിതത്വം കർത്താവിലാണ്. ഹല്ലേലൂയ. കൂടെയുള്ള കർത്താവിൽ, അതിനുശേഷം മരണശേഷം. അപ്പൊ ഈ ലോകത്തിലെ സുരക്ഷിതത്വമല്ല നമ്മൾ നോക്കേണ്ടത്. ഈ ലോകത്തിലെ സംരക്ഷണമല്ല നമുക്ക് വേണ്ടത്. നമ്മളെ സംരക്ഷിക്കുന്ന കർത്താവിന്റെ സംരക്ഷണം നമുക്ക് വേണ്ടത്. അതിനവനെ സ്നേഹിക്കുക. എന്തെല്ലാം വന്നിട്ടോ, വാളോ പട്ടിണിയോ എന്തെല്ലാം വന്നാലും, ഇനി അതിനുശേഷം പറയുന്നതാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. പല ശക്തികൾ നമ്മളെ യേശുവിൽ നിന്ന് മാറ്റാൻ നോക്കും. എന്ത് വന്നാലും, കഴുത്ത് വെട്ടിയാലും കൈവെട്ടിയാലും, സ്വത്തുക്കൾ പോയാലും, ഭവനം കത്തിച്ചു കളഞ്ഞാലും, പള്ളിയും ഇടവകയും നശിപ്പിച്ചാലും ശരി, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. കാരണം നമുക്ക് കർത്താവ് പറഞ്ഞെന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആണ്. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനി ഇവിടെയാണ് പൗരത്വം ഉറപ്പിച്ചിരിക്കുന്നത്. ആ യഥാർത്ഥ പൗരത്വം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ മനുഷ്യൻ തന്നെ പഠിപ്പിക്കുന്നത് 3:20 ഫിലിപ്പിയർ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് ആ രക്ഷകനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞിരിക്കേണ്ടവരാണ് നമ്മളതല്ല ഈ ഭൗമികമായതെല്ലാം നേടിയെടുക്കാനായിട്ട്. വീട് പണിയണം, സ്വത്തുണ്ടാക്കണം, അതുണ്ടാക്കണം, അതിന് കർത്താൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഉറപ്പിക്കുക, ഈ ലോകത്തിൽ പൗരത്വം ഉറപ്പിക്കുക. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോവാം, പോട്ടെ, ആ സ്വർഗത്തിൽ പോയി കൊള്ളാം, അവന് പള്ളിയിലൊക്കെ വല്ലപ്പോഴും പോയേക്കാം, ഒന്ന് സംസാരിച്ചേക്കാം, ഇങ്ങനെ പോകുന്ന മനോഭാവമാണ്. ആ ലക്ഷ്യബോധം നമുക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമുക്കെല്ലാം ഉള്ളതാണ്. എനിക്കുണ്ട്, അത് ബലഹീനതയുണ്ട്. എങ്കിൽ ആ ബലഹീനതയെ ബലമാക്കി മാറ്റണം പരിശുദ്ധാത്മാവിലൂടെ. നമ്മൾ പൗലോസ്ലീഹ പറയുന്ന വാക്കുകളൊക്കെ കോരിത്തെരിപ്പിക്കുന്നതാണ്. നോക്കണം, അതായത് ഒരു തീവ്രവാദിയായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ നശിപ്പിക്കുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് പേര് പോലും മാറിപ്പോയി. സാവൂൾ പൗലോസായി എന്ന് മാറാം. അവനാണ് പറഞ്ഞത്, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, കാരണം ഞാൻ എന്നെ തന്നെ അവനോട് ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ നമുക്കറിയാം 2:20. ക്രിസ്ത്യാനോടും പറയാം, നിങ്ങൾ നിങ്ങളുടെ ജലവികാരങ്ങളെ കർത്താവിനോടുകൂടി ക്രൂശിക്കണം. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ 2 കൊരിന്ത്യർ 11-ാം അധ്യായം സമയമുള്ളപ്പോൾ നിങ്ങളെല്ലാം വായിക്കണം. പറയുന്നത് എന്താണ്? ഞാൻ വളരെയേറെ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്ന് ഒന്നുകുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽ പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. സഭയെ സ്നേഹിച്ചവൻ, സഭയിലെ പ്രശ്നങ്ങളെ ഓർത്ത് കരഞ്ഞവൻ, അതുകൊണ്ടാണ് വിഷം. പിന്നെ ഈ ശാരീരിക പീഡനങ്ങളെല്ലാം അവനാണ് ജയിലിൽ കിടന്നപ്പോൾ പറഞ്ഞതാണ്. ഫിലിപ്പിയർക്ക് ലേഖനം അധ്യായം 4:4. ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ കടന്നിട്ടുള്ള കടയും അതിന്റെ അനുഭവം എന്താണ്? അടിയും തൊഴിയും പട്ടിണിയും കഞ്ഞിയും ഒക്കെ ആയിട്ട് കിടക്കുന്ന അവസരത്തിൽ സദാ സന്തോഷിക്കുവൻ, കർത്താവിൽ സന്തോഷിക്കുവൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവൻ. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:4. അതുകൊണ്ട് പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ളത്, ഈ നാട് ഇനിയും വരാൻ പോവാണ്, പീഡനങ്ങൾ വരും. നമുക്ക് ഒത്തിരി ശുദ്ധീകരണം ആവശ്യമാണ്. കർത്താവിനറിയാം. അത്
ശിക്ഷയല്ല, ശിക്ഷണങ്ങൾ. അത് നല്ല മക്കളാക്കാനായിട്ട് അപ്പം തരുന്ന ശിക്ഷണങ്ങളാണ്. അത് വിജാതിയിൽ നിന്നായിരിക്കാം ഉണ്ടാകുന്നത്, സ്വജാതിയിൽ നിന്നായിരിക്കാം. പക്ഷെ അതിനൊക്കെ നമുക്ക് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹിക്കാം. നമുക്കറിയാം പൗലോസിനെ ചത്തെന്ന് വിചാരിച്ച് ഇട്ടേച്ചു പോയിട്ടുണ്ട്. അന്നാണ് ഇപ്പോഴും 3-ാം സ്വർഗം വരെ അവരെ കാണുകയും ഒരു മരണാനന്തര അനുഭവം ഉണ്ടായത് ഒക്കെ പറയാൻ സമയമില്ല, സമയം നീണ്ടുപോയതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്. എല്ലാവരും കൂടെ ഉപേക്ഷിച്ച് പട്ടണത്തെ വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവിടുന്ന് പുള്ളി കൊട്ടിക്കൊടഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും സുവിശേഷമായിട്ട് പ്രസംഗിച്ചു. ഹല്ലേലൂയ. പൗലോസിനെ അങ്ങോട്ട് പഠിക്കേണ്ടതാണ് മക്കളെ. ഇതെല്ലാം ഉണ്ടായപ്പോൾ എവിടെല്ലാം പോയാലും ശരി സുവിശേഷമായിട്ട് പോവുകയാണ്. യേശുവിനെ പ്രഘോഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിർത്തരുത്. അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, അതെ പൊതുജനങ്ങളെ, ആരെല്ലാം പീഡിപ്പിച്ചാലും അതെല്ലാം പറഞ്ഞ് തല പോയാലും കൈ പോയാലും വചനപ്രഘോഷം ഒരിക്കലും നിർത്തരുത്. മുന്നോട്ട് പോകണം ധൈര്യമായിട്ട്. ആ യേശു പറഞ്ഞ വാക്കിനെ മുറുകെ പിടിക്കുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിരിക്കുക. അത് ഓരോ ദിവസവും കേൾക്കണം. ഒരു വിഷയം നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിച്ചേക്കാം, തളർത്തിയേക്കാം, കുറ്റപ്പെടുന്നത് എന്നെപ്പറ്റി എന്നാ പറയാത്ത, ഇപ്പോഴും കണ്ടില്ല ഒരു വീഡിയോ ഇറക്കിയാൽ എൻ്റെ അടി നോക്കിക്കാണാൻ എന്നെപ്പറ്റി എന്തെല്ലാം ചീത്ത പറയുന്നത് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. ഞാൻ വായിക്കുമ്പോൾ സന്തോഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ഒത്തിരി പേര് ഞാൻ നന്മയ്ക്കായിട്ടാണ് പറഞ്ഞത്, സഭയുടെ നന്മയ്ക്കായിട്ട് ഈയിടെ എഴുതി. കാട്ടിൽ അച്ഛന്മാർ പോലും എന്നെപ്പറ്റി വികാരി പറഞ്ഞെഴുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇതെല്ലാം കർത്താവിനെ എപ്പോഴും അർപ്പിച്ച് ആ കർത്താവിന് സന്തോഷം ഒരിക്കലും എന്റെ മുഖത്തുനിന്ന് പോവുകയില്ല, എന്റെ ഹൃദയത്തിൽ നിന്നും പോവുകയില്ല. ആ ആനന്ദം ആണ് എന്റെ ശക്തി. നെഹമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ കർത്താവിലുള്ള സന്തോഷമാണ് എന്റെ ശക്തി. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. സത്യമാണ്. ഈ ശക്തിയിലാണ് ഈ വേദനകളെല്ലാം സഹിച്ചും ഇന്നും. അതെ, ഞാൻ നിങ്ങൾക്ക് അറിയത്തില്ല, ഓരോ ആഴ്ചയിലും ഓരോ ധ്യാനം നടത്താനായിട്ട് 2 ഫ്ലൈറ്റ് 4 ഫ്ലൈറ്റ് എടുക്കണം. അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. ഇനിയും നിങ്ങൾക്കറിയാം, എനിക്ക് നിൽക്കാൻ മേല, നടക്കാൻ മേല. വല്ല തെറപ്പി നടത്തുന്ന സമയത്ത് തന്നെ കൈപിടിച്ച് നടത്തി ചനക്കമൊക്കെ തരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ 18 മണിക്കൂറോളം എന്നെ പോലെ ഈ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ഈ പ്രസംഗവും പ്രസംഗിക്കുന്നതും കുർബാനയെല്ലാം എപ്പോഴും. അതിന്റെ വേദന ഉണ്ടോന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് ഇരുന്ന് നോക്ക്. ഇരിക്കുമ്പോൾ എനിക്ക് ചന്തി അനക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്കൊക്കെ ചന്തി അനക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരേ ഇരിപ്പായിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം. എന്നാലും ഈ വേദന, ഈ ശങ്കടമൊന്നും ഞാൻ അറിയുന്നില്ല. കാരണം കർത്താവിന്റെ ആനന്ദം ഇത് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ഞാൻ എന്നൊരു മാതൃകയായിട്ട് പറയാം. ഞാനൊരു പുണ്യവാനൊന്നുമല്ല. ഞാൻ പാപിയാണ്. എനിക്ക് തെറ്റുണ്ട്, കുറവുണ്ട്, ഒത്തിരിയുണ്ട്. എങ്കിൽ ഞാൻ നല്ല ഉപദേശം കൊടുക്കുകയാണ്. എന്നെ നിങ്ങൾ കണ്ടുപിടിക്കണ്ട. പറയുന്ന 15 കേട്ടാൽ മതി. അത് ഞാൻ നല്ലവനാന്ന് ഒരിക്കലും പറയുന്നില്ല. പ്രിയമുള്ള, എന്നാൽ ഞാൻ കടന്നുപോയ വഴികൾ നിങ്ങൾ മനോഹരമായിട്ട് ഇതിൽ വായിക്കാൻ പറ്റും. ഇനി തലക്കെട്ട് ജെയിംസ് മഞ്ഞാക്കലച്ചൻ, മലയാളക്കര കൊളുത്തിയ മഹാസുവിശേഷകൻ ഡി ദേവപ്രസാദ്. അദ്ദേഹത്തെ നിങ്ങളെല്ലാം അറിയും. മനോഹരമായ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ദീപികയുടെ സബഡിത്ര എന്നൊരു കാലത്ത് എനിക്കറിയാം. അദ്ദേഹം വളരെ മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്നവൻ, ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നവൻ, ഒത്തിരി കൊന്തയില്ലെന്നവൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഷെക്കീനാർ അവിടെയൊക്കെ പുള്ളിയുടെ പ്രസംഗങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. നല്ല അറിവുള്ളവൻ, ദൈവസ്നേഹം ഒത്തിരി ആഴിക്കത്തുന്നവൻ. പുള്ളി എഴുതിയ പുസ്തകമാണ് എന്നെപ്പറ്റി. ഇത് എന്നെപ്പറ്റി എഴുതുകൊണ്ട് വായിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ബുക്കിന് പരസ്യവും തരികയല്ല, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്നെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഹനത്തെ നമുക്ക് പിടിച്ചു നിൽക്കണം, തളരരുത്, വീഴരുത്. നമുക്ക് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ഇതിലൂടെ നമ്മൾ വളരും, നമ്മളെ വളർത്തും. സഭ വളർന്ന അങ്ങനെയാണ്. ഈ പീഡനങ്ങളിലൂടെ വളർന്നു. നിനക്കറിയാം, ഇപ്പം ഉദാഹരണമായിട്ട് ഇന്ന് ഷെക്കീനായി ഞാൻ വായിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. ഭയങ്കര പീഡനമാണ് നൈജീരിയയിൽ. ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് എന്ന്. ശരിയാണ്. നമുക്ക് ദിവസവും കേൾക്കാം ക്രിസ്ത്യാനികളെ കൊല്ലുന്നതും പള്ളി തകർക്കുന്നതും. അവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ സെമിനാരി. ഞാനതേപ്പറ്റി പിന്നീട് വീഡിയോയിൽ പറയാം. ഹല്ലേലൂയ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കാരണമുള്ള കർത്താവേ, ഞാൻ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇറക്കിയത്. എനിക്കറിയാം ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട്. എനിക്ക് എഴുതാറുണ്ട്, ഇമെയിൽ അയക്കുന്നു. അച്ഛാ, ഞാൻ വടക്കേ ഇന്ത്യയിലാണ്. ഞാൻ സിസ്റ്റേഴ്സിനെ ജയിലടച്ചപ്പോൾ വലിയ പേടിയാണ്, എനിക്ക് ഉറക്കമില്ല. ഞാൻ മദർ സുപ്പിയോട് പറഞ്ഞു നാട്ടിലേക്ക് വിളിക്കാൻ. അമ്മ വിളിക്കുകയില്ല. അത് ഇങ്ങനെ ഒത്തിരി പേര് മിഷണറിമാരായിട്ട് വടക്കേന്ത്യയിൽ പോയിട്ടുള്ളവരും മറ്റ് സ്ഥലങ്ങളിൽ അപകട മുഖത്തുള്ളവർ പലരും വേദനിക്കുന്നു, വിഷമിക്കുന്നു. അവർക്കും കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ധൈര്യമായിരിക്കുവാൻ. കാര്യമുള്ള കർത്താവേ, വിളി എന്തെന്ന് നല്ലപോലെ തിരിച്ചറിഞ്ഞ്
എൻ്റെ വ്യക്തിത്വം എന്ത്? പൗത്തോഷ്യ പറഞ്ഞ പോലെ ഞാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട രാജിക പുരോഹിതയും ദൈവത്തിന് സ്വന്തവും വിശുദ്ധനും കർത്താവിൻ്റെ കാര്യങ്ങൾ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവനുമാണ്. ഈ ബോധ്യത്തോടുകൂടി എവിടെ പോയാലും ആയിരിക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും സാക്ഷികളായി മാറട്ടെ. ആ സാക്ഷ്യമാണ് ഇവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞതുപോലെ യഥാർത്ഥ സാക്ഷ്യം അതാണ്. യേശു ക്രിസ്തു ഉള്ളിലുണ്ട് എന്ന സാക്ഷ്യം. അതാണല്ലോ 1 യോഹന്നാൻ 5:11 വായിക്കുന്നത്. നിത്യജീവൻ അവിടുത്തെ പുത്രനാണ്. പുത്രനെ സ്വന്തമാക്കുന്നവൻ ദൈവത്തെ സ്വന്തമാക്കിയിരിക്കുന്നു, നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതാണ് അവനുള്ള സാക്ഷ്യം. കർത്താവ് ഈ സാക്ഷ്യം പേർന്നവരായിട്ട് പോകണമേ. അതിന് സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആ യേശുവിനെ നോക്കിക്കൊണ്ട്, ആ ക്രൂശിതനായ യേശുവിനെ നോക്കിക്കൊണ്ട് കർത്താവെ എല്ലായിടത്തും ആയിരിക്കുവാൻ കൃപ കൊടുക്കൂ. ക്രൂശിതനായ ഈശോയെ ഇവരെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. എനിക്കറിയാം ഏറെ പേര് അച്ഛന്മാരുടെയും കന്യാസികളുടെയും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പോയിരിക്കുന്നത് മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. കുറച്ചു പേർക്ക് സന്തോഷമായിട്ടും എനിക്ക് എഴുതി. എൻ്റെ മകൾക്കോ മകനോ അത് കിട്ടിയ എനിക്ക് സന്തോഷമാണ്, രക്തസാക്ഷിയാകാൻ ഭാഗ്യം കിട്ടിയാലെന്ന്. എങ്കിലും മനുഷ്യരാണ്, തളർന്നു പോകുന്നവരെ അവരെല്ലാം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളെയും കൂടി അങ്ങ് തിരുമാരണത്തിൽ അർപ്പിക്കുന്നു. ആശീർവദിച്ച് അനുഗ്രഹിച്ചാലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.